ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ട് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് നാം വായിച്ചത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, എല്ലാവരും ചേർന്ന് പറഞ്ഞ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും, എങ്ങനെയാണ്? സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് എന്ന് പറഞ്ഞാൽ, വാക്യം മുഴുവൻ വായിച്ചിട്ട് പറയാം. നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരായിരുന്നു? സമ്പന്നൻ. ചേർന്ന് പറഞ്ഞ സമ്പന്നൻ, ഒന്നിനും കുറവില്ലാത്ത സമ്പന്നനായൊരു ക്രിസ്തുവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സമ്പന്നത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സകലത്തെയും സൃഷ്ടിച്ചതും സകലത്തിൻ്റെയും ഉടയവനുമാണ് സാക്ഷാൽ ദൈവമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ. എപ്പോഴാണ് ദരിദ്രനായത്? ഭൂമിയിലേക്ക് താൻ ഒരു മനുഷ്യനായി ജനിക്കുമ്പോൾ സമ്പന്നനായിട്ടല്ല ജനിച്ചത്. ഈ സാക്ഷാൽ ദൈവം സമ്പന്നനായി ജനിക്കുന്ന കൊട്ടാരത്തിൽ ജനിക്കാൻ ഒരു രാജകൊട്ടാരം താൻ തിരഞ്ഞെടുത്തില്ല. ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്തിനാണ്? യേശു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്. ആ വെളിപ്പാട് മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞ്, ഞാൻ സമ്പന്നനാകേണ്ടതിന് യേശു ദരിദ്രനായി തീർന്നു. മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം. അവിടെ അതിന്റെ കാരണക്കാരൻ ആരാണ്? ഓരോ മനുഷ്യനും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാണ്? സമ്പന്നൻ. ചേർന്നെല്ലാവരും പറഞ്ഞേ, സമ്പന്നൻ. ഇവിടെ കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ യേശു തൻ്റെ സമ്പത്ത്, തൻ്റെ ഉന്നത പദവി, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ്, സകല പ്രപഞ്ചത്തിൻ്റെയും സകല സൃഷ്ടിയുടെയും കാരണഭൂതനായവൻ കർത്താവ് ഇതെല്ലാം മനസ്സോടെ ഉപേക്ഷിച്ചു. എന്തിനാണെന്നറിയാമോ? ഭൂമിയിൽ ചിലർ ദരിദ്രനും സ്തോത്രം കഷ്ടതയും പൈശാചികപരമായിരിക്കുന്ന പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് തകർന്ന ജീവിതത്തിൻ്റെ ഉടമയായിത്തീരുന്ന ഏവരെയും രക്ഷിച്ച് സമ്പന്നരാക്കാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ തൻ്റെ സമ്പന്നതയെ ഉപേക്ഷിച്ചു. പകൽ വിശ്വസിക്കുന്ന അത്ര പേരുണ്ട്? ഞാൻ സമ്പന്നനാകാൻ യേശു ക്രിസ്തു തന്റെ സമ്പത്ത് ഉപേക്ഷിച്ചു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്നെ രക്ഷിക്കുവാൻ ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. താൻ അത് മനസ്സോടെ ഉപേക്ഷിച്ചു. മനസ്സോടെ
മനസ്സോടെ ഉപേക്ഷിച്ചു. നോക്കുക, ഏതൊരു മനുഷ്യനും തൻ്റെ ഉന്നത പദവി ഉപേക്ഷിക്കാൻ മടിക്കും. ഏതൊരുവനും ഉന്നതനായിരിക്കുന്ന ഒരുവൻ താണിരിക്കാൻ ആഗ്രഹിക്കത്തില്ല. ഏറ്റവും ഉന്നതനിൽ നിന്ന് ഉന്നതനായിരിക്കാൻ ആഗ്രഹിക്കത്തുള്ളൂ. പക്ഷേ ആരാധനയ്ക്ക് യോഗ്യനായവൻ, സ്തോത്രം, സാറാഫുകൾ ആരാധിക്കുന്ന ദൈവം, അമേ, സകല സൃഷ്ടിയുടെയും കാരണഭൂതനായവൻ, ഹല്ലേലൂയ, നമ്മയൊക്കെ സൃഷ്ടിച്ച ദൈവം, ഈ സകല പ്രപഞ്ചത്തിന്റെ ഉടയവനായവൻ, സ്വർഗത്തിലെ കർത്താവ് തീരുമാനിച്ചു ഈ സമ്പന്നത ഉപേക്ഷിക്കാം. നിങ്ങൾ സമ്പന്നരാകേണ്ടത്, ഇതങ്ങ് വിശ്വസിക്കണം. ഇന്ന് ദൈവത്തിന്റെ വിടുതലുകള് നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലേക്ക് ഇന്ന് പകൽ വ്യാപരിക്കണം. പല മേഖലകളിലേക്ക് മനസ്സോടെ അവൻ ചില സമ്പന്നത ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞെ, നീ സമ്പന്നനാകാൻ വേണ്ടിയാണെന്ന് ഇന്ന് പകൽ ആ ദൈവിക ശബ്ദത്തെ സ്വീകരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യെസ്, ശത്രു തടയുന്ന പലതിനെയും ഇന്ന് പകൽ തിരിച്ചു പിടിക്കാൻ വചനത്തിന്റെ ആഴങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്താണ് കർത്താവ് ചെയ്തത്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം കർത്താവ് എന്ത് ചെയ്തു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളിലും എന്തുണ്ടാകട്ടെ? ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, ദൈവത്തിന്റെ വചനം പറയുന്നു യേശു ക്രിസ്തു എങ്ങനെ ഇരുന്നു? ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിൽ ആയി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി എന്ത് ചെയ്തു? വിളങ്ങി. ചാർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പം ദൈവത്വത്തെ താൻ എന്ത് ചെയ്തു? മാറ്റി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ദാസരൂപം എടുത്തു. ചേർന്ന് പറഞ്ഞാട്ടെ, ദാസരൂപം എടുത്തു. ക്രൂശിലെ മരണത്തോളം ദാസരൂപം എടുത്തെന്ന് പറയുമ്പം ദൈവമായിരുന്നവൻ തൻ്റെ ദൈവത്വത്തെ മാറ്റിവെച്ചിട്ട് ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി ഒരു ദാസരൂപമെടുത്ത് നമ്മളെ പോലെ ഒരുവനായി ഭൂമിയിൽ ജനിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. താൻ ദാസരൂപം എടുത്തുവെന്ന് മാത്രമല്ല, താൻ സമ്പന്നനായിരുന്നു. തന്റെ സമ്പന്നത താൻ നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചു. കാരണം ഞാനും നിങ്ങളും സമ്പന്നരാകാൻ. ഹോളി സ്പിരിറ്റ്, താങ്ക് യു. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദാസരൂപമെടുത്തു. അപ്പൊ ഭൂമിയിൽ യേശു അവതരിച്ചത് നമ്മളെ പോലെ ഒരുവനായി ദാസരൂപമെടുത്തതാണ്. ഒരു വേഷത്തിൽ മനുഷ്യനായി അവതരിച്ചതാണ്. അപ്പോൾ തന്നെ യേശുവിനെ കുറിച്ച് പഠിക്കുന്നത് താൻ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ പിറക്കുന്നതിന് മുൻപേ താൻ ആരായിരുന്നു? സാക്ഷാൽ ദൈവം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് എന്ത്? തൻ്റെ ദൈവത്വത്തെ താൻ എന്ത് ചെയ്തു? മാറ്റിവെച്ചു. എങ്ങനെ വായിച്ചത്? ഒന്നുകൂടെ ആ വാക്യം. സ്തോത്രം. 5-ാമത്തെ വാക്യം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ എങ്ങനെയിരുന്നു? അവൻ ചേർന്ന് പറഞ്ഞ എങ്ങനെയിരുന്നു? ദൈവരൂപത്തിൽ. ദൈവം എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ തന്നെയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ഇരുന്നത്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശു ക്രിസ്തു എങ്ങനെയായിരുന്നു? ദൈവം, സാക്ഷാൽ ദൈവം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായിരിക്കുന്ന ദൈവം എങ്ങനെ ഇരുന്നോ അങ്ങനെ തന്നെ ആ രൂപത്തിൽ ഇരുന്നു.
സ്തോത്രം. ദൈവരൂപത്തിലിരിക്കെ, എന്നിട്ട് വായിച്ച്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തിട്ട് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. യേശുവിൽ വിശ്വസിക്കുന്ന തന്റെ ജനത്തെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അനുസരണമുള്ളവനായി, ദൈവത്തെ അനുസരിച്ചു കൊണ്ടിരിക്കുന്നവനായി തീരണമെന്നാണ്. അങ്ങനെ ക്രിസ്തുയേശുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അപ്പോൾ സകല സമ്പന്നനായിരുന്ന കർത്താവ്, ദൈവരൂപത്തിലിരുന്ന കർത്താവ്, ദൈവമായിരുന്ന കർത്താവ് എന്ത് ചെയ്തു? ദാസരൂപമെടുത്തു. അതേപോലെ തന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-17 വാക്യങ്ങളും കൂടെ വായിക്കുമ്പോൾ ചില കാര്യങ്ങളും കൂടെ നമുക്ക് മനസ്സിലാകും. വേഗത്തിൽ അതൊന്ന് വായിക്കാം. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യാൻ അത്രേ അവൻ വന്നത്, യേശു വന്നത്. ചേർന്ന് പറഞ്ഞാട്ടെ, ആരെ സംരക്ഷിക്കാനാണ്? അബ്രഹാമിന്റെ സന്തതിയെ. വിശ്വാസത്താൽ അബ്രഹാം നമ്മുടെ ആത്മീയ പിതാവായിരിക്കുകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെയും നിങ്ങളെയും സംരക്ഷണം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് അവതരിച്ചവനാണ് കർത്താവായ യേശുവെന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. സംരക്ഷണ ചെയ്യുവാൻ വന്നു. എന്നിട്ട് വായിച്ച്, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ. യേശുക്രിസ്തു ആരാണ്? കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും തന്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. നമ്മെപ്പോലെ ഒരു മനുഷ്യനായി തീരേണ്ടത് ആവശ്യമാണ്. എന്തിനാണെന്നറിയാമോ? മനുഷ്യന്റെ പാപങ്ങളിൽ നിന്ന് ആ മനുഷ്യരെ വിടുവിച്ചെടുക്കാൻ ഈ ഭൂമിയിൽ ഒരുവൻ അവതരിക്കണമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. സകല സമ്പന്നതയുടെയും ഉടയവനായിരിക്കുന്ന കർത്താവ് ദൈവരൂപത്തിലിരുന്നവൻ, സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തു തന്റെ ദൈവത്വം മാറ്റിവെച്ച് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ദൈവമായിരിക്കുന്ന കർത്താവായ പിതാവാം ദൈവത്തെ ക്രൂശു മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നത് ഞാനും നിങ്ങളും സമ്പന്നരാകേണ്ടതിന്, നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന കർത്താവിന് ഇന്ന് പകൽ സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് പകൽ ചേർന്ന് പറഞ്ഞാട്ടെ, ഞാൻ സമ്പന്നനാകേണ്ടതിന്. ചേർന്ന് പറഞ്ഞ, ഞാൻ സമ്പന്നനാകേണ്ടതിന്. ചേർന്ന് പറഞ്ഞ, ഞാൻ സമ്പന്നനാകേണ്ടതിന് യേശു ദരിദ്രനായി. ഇന്ന് പകൽ സ്തോത്രം, ചില ഏരിയകളിലെ ബന്ധനങ്ങൾ ഇന്ന് പകൽ പൊട്ടട്ടെ ഇതിനകത്ത്. സ്തോത്രം. പൈശാചിക മണ്ഡലത്തിന്റെ എല്ലാ ബന്ധനങ്ങളും ഇന്ന് പകൽ പൊട്ടട്ടെ. സകല ദാരിദ്ര്യത്തിന്റെയും ബന്ധനങ്ങൾ ഇന്ന് പകൽക്കാലം പൊട്ടട്ടെ. ദൈവത്തിന്റെ വഴികളും വാതിലുകളും ഇന്ന് പകൽ തന്റെ ജനത്തിന് വേണ്ടി തുറക്കാൻ വിശ്വാസത്തോടെ ഈ വചനത്തിൽ നിന്ന് അവകാശമായി പ്രഖ്യാപിച്ചു പറഞ്ഞാട്ട്, സമ്പന്നനാകാൻ, ഞാൻ സമ്പന്നനാകാൻ എനിക്ക് പകരമായി ദരിദ്രനായി തീർന്ന കർത്താവായ യേശു തന്റെ സമ്പത്തിനെ, തന്റെ മഹിമയെ, തന്റെ മഹത്വത്തെ നമുക്ക് വേണ്ടി താൻ അത് മാറ്റിവെച്ചു. നമ്മെ സംരക്ഷണ ചെയ്യുവാൻ ഭൂമിയിൽ അവതരിച്ചവൻ. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ട് ഭവനത്തിലേക്ക് ചെല്ലുമ്പം പല വിടുതലുകളും കാണണം? എത്ര പേർക്ക് ഉറപ്പുണ്ട്? പല വിടുതലുകളും. കാരണം ഈ വചനം അസ്ഥികളെയും മജ്ജകളെയും വിടുവിക്കും വിധം തുളച്ചു കയറുന്ന ഏതു വാളിനേക്കാൾ ഇരുവായി തല മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ യേശുവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് എങ്ങനെയായി തീർന്നു? താൻ ദരിദ്രനായി തീർന്നു. ദരിദ്രനായിട്ട്
ഒരു വാക്യം കൂടെ വായിക്കണം. 8-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ വാക്യം ഒന്നുകൂടെ നിങ്ങൾക്ക് തെളിവ് തരാം. എന്താണ് കർത്താവ് പറഞ്ഞത്? യേശു കർത്താവ് യേശുവിനെ സ്തോത്രം, യേശുവിന്റെ അടുക്കൽ വന്ന ഒരുത്തനോട് കർത്താവ് പറയുകയാണ്, വായിച്ച്. യേശു അവനോട് കുറുനരികൾക്ക് കുഴിയും കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്. മനുഷ്യപുത്രനോ തലചായ്ക്കാൻ ഇടമില്ല. യേശു പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ താൻ ജനിച്ച് തന്നെ കിടത്തിയത് പട്ടുമെത്തയിലല്ല, പുൽത്തൊട്ടിയിലാണ്. തനിക്ക് തൻ്റെ അമ്മ പ്രസവിക്കുവാൻ സമയമായപ്പോൾ സ്ഥലം അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് വഴിയമ്പലത്തിലൊക്കെ. ഹല്ലേലൂയ. തനിക്ക് സ്വന്തമായിട്ട് പാർക്കാനുള്ള ഒരു ഭവനം കർത്താവ് പറയാണ് ഇല്ല. യേശുവിനെ കുറിച്ചൊന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയാണ് എന്തൊക്കെയുണ്ട്. കുറുനരികൾക്ക് കുഴികളുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് എന്തുണ്ട്? കൂടുകളുണ്ട്. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. അപ്പൊ കർത്താവ് ചെയ്തത്, നിങ്ങൾ കർത്താവിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് പഠിക്കുമ്പം യേശുവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഇതാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം താമസിക്കുകയും പല വീടുകളിൽ താമസിക്കുകയും അവരോടൊപ്പം പല വീടുകളിൽ ചെന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്ത ഒരനുഭവമാണ് കർത്താവിനുണ്ടായത്. പല വീടുകളിലായിരുന്നു, പല വീട്ടുകളിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ താൻ എങ്ങനെയുള്ളവനാണ്? ദരിദ്രനാണ്. ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ വലിയ സമ്പന്ന കൊട്ടാരം വേണമെങ്കിൽ തനിക്ക് തിരഞ്ഞെടുക്കാം, തനിക്ക് ജീവിക്കാൻ. എവിടെ പിറക്കണമെന്ന് തീരുമാനിക്കാൻ അധികാരമുള്ളവനാ. പക്ഷെ തിരഞ്ഞെടുത്തതോ കൃപ പ്രാപിച്ച മറിയത്തിന്റെ ഉദരത്തിൽ ജനിക്കാൻ. പട്ടുമെത്ത ഉള്ള വീട്ടിൽ ജനിക്കാനല്ലായിരുന്നു താൻ തീരുമാനിച്ചത് ഏറ്റവും ദാരിദ്ര്യത്തിൽ ഇരിക്കുന്ന ഇടത്ത്. താൻ തീരുമാനിച്ചത് തല ചായ്ക്കാൻ പോലും ഇടമില്ലാത്ത ഇടത്ത് തനിക്ക് ജനിക്കണമെന്ന് താൻ തീരുമാനിച്ചത് കൊണ്ടാണ് ദരിദ്രനായി തീർന്നു. ഹല്ലേലൂയ. ഇതെന്തിനാണെന്നറിയാമോ? എന്തിനാ ഇങ്ങനെ തെരഞ്ഞെടുത്തത്? ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇനി ഇവിടെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ ദരിദ്രനായി ഭൂമിയിൽ താൻ ജനിച്ചിട്ട് തൻ്റെ ജീവിതത്തിൽ എന്തിനെങ്കിലും കുറവുണ്ടായിരുന്നു? ഭൂമിയിൽ തൻ്റെ ആവശ്യങ്ങൾ നടത്താനായിട്ട് എന്തിനെങ്കിലും കുറവുകൾ യേശുവിനുണ്ടായിരുന്നോ? ഇല്ല. നികുതി അടയ്ക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞപ്പോൾ ആറ്റിൽ കിടക്കുന്ന മത്സ്യത്തിന്റെ വായ്ക്കകത്ത് ചതുർദ്രഹ്മ പണം കണ്ടെത്തിയവനാണ് കർത്താവ്. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇന്ന് പകൽ നിങ്ങൾ ദരിദ്രനാണെങ്കിലും നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് ഒരുവൻ ദരിദ്രനായി തീർന്നു. ഇന്ന് പകൽ അറിയുക, ആമേൻ, ഒന്നിനും കുറവില്ലാതെ പിതാവിന്റെ സന്നിധിയിൽ യേശുവിന് വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു. ഈ വചനം കേൾക്കുന്ന ദൈവവേദനയിൽ നീ ഭാരത്തോടെ ഇരിക്കുന്നുണ്ടാകാം. പല ആവശ്യത്തിന്റെ നടുവിൽ ഭാരത്തോടെ ഇരിക്കുന്നുണ്ടാകാം. ആമേൻ. പല വിഷയങ്ങളിൽ എന്ത് ചെയ്യുമെന്നോർത്ത് ദൈവ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ഇന്ന് പകൽ ഞാൻ നിനക്ക് കൈമാറുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നിനും കുറവില്ല. യേശുവിന് വേണ്ടതെല്ലാം പിതാവിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നത് പോലെ ആമേൻ, നിനക്ക് വേണ്ടതെല്ലാം പിതാവിന്റെ സന്നിധിയിൽ ഉണ്ട്.
ഇന്ന് പകൽ വിശ്വാസത്തോടെ കർത്താവിന് മഹത്വം കൊടുത്ത് ഹല്ലേലൂയ. പിതാവിന്റെ സന്നിധിയിൽ യേശുവിന് വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു. നികുതി കൊടുക്കണമെങ്കിൽ കയ്യിൽ പൈസയില്ല, പക്ഷെ കർത്താവ് പറയുകയാണ്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, മത്സ്യത്തെ ചൂണ്ടയിട്ട് പിടിക്കുക. ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായ്ക്കകത്ത് എന്തുണ്ടാകും? ചതുർദ്രഹ്മ പണം ഉണ്ടാവും. അതുകൊണ്ട് നീ നികുതി അടച്ചോളം പറഞ്ഞു. ഹല്ലേലൂയ. ഒന്നിനും കുറവില്ല. ഇതങ്ങ് വിശ്വസിക്കണം. സ്തോത്രം. താൻ ദരിദ്രനായിരുന്നു. ആര്? കർത്താവായ യേശു ഭൂമിയിൽ താൻ ജനിച്ചപ്പോൾ സമ്പന്നനല്ലായിരുന്നു, ദരിദ്രനായിരുന്നു. പക്ഷേ തൻ്റെ ആവശ്യങ്ങളൊന്നും മുടങ്ങാതെ വേണ്ടുന്നതെല്ലാം പിതാവിൻ്റെ സന്നിധിയിൽ തനിക്ക് വേണ്ടി വാർതിരിച്ച് ഉണ്ടായിരുന്നത് പോലെ ഇന്ന് പകൽ ദൈവ സന്നിധിയിലായിരിക്കുന്ന ഓരോ ദൈവ മക്കൾക്ക് വേണ്ടുന്നതും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. ഏതൊക്കെയോ ബ്രേക്കായി നിൽക്കുന്ന ചില ഫൈനാൻസ് മേഖലകൾ ഇന്ന് പകൽ റിലീസാക്കി തരാൻ ദൈവത്തിന്റെ പദ്ധതി ഇന്ന് പകൽ ഇറങ്ങട്ടെ. ഇന്ന് പകൽ ആ ദൈവ ശബ്ദം ഒന്ന് സ്വീകരിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹോളി സ്പിരിറ്റ് ഓ റബ ഷാഠക രാംധനിയസ് പ്രാർത്ഥന. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്ത്, ഇല്ല പിശാച് നിനക്ക് തടയാൻ കഴിയത്തില്ല. ദൈവം നൽകുന്നതിനെ തടയാൻ കഴിയത്തില്ല. ദൈവം നൽകുന്ന വിടുതലിനെ തടയാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ അനുസരിക്കുന്ന തലമുറകൾക്ക് വേണ്ടുന്നത് ദൈവ സന്നിധിയിലുണ്ട്. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ പ്രവചിക്കുന്നു. ആമേൻ. ചില ജീവിതങ്ങൾ നിരാശയോടെ, ചില ജീവിതങ്ങൾ പ്രയാസങ്ങളോടെ, എന്ത് തിന്നും എന്ത് കുടിക്കും എങ്ങനെ ആയിരിക്കും എന്നോർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ആ ചില ജീവിതങ്ങളോട് ഇന്ന് പകൽ ആത്മാവിൽ കൈമാറുകയാണ്. ഹല്ലേലൂയ. ആകാശത്തിലെ പറവകൾക്ക് വേണ്ടുന്നത് നൽകിക്കൊടുക്കുന്ന ദൈവം, ആറ്റിലെ മത്സ്യങ്ങൾക്ക് വേണ്ടുന്നത് നൽകിക്കൊടുക്കുന്ന ദൈവം, കാട്ടിലെ മൃഗങ്ങൾക്ക് വേണ്ടുന്നത് നൽകിക്കൊടുക്കുന്ന ദൈവം നിന്നെ ഓർക്കാതിരിക്കത്തില്ല. നിനക്ക് വേണ്ടുന്നത് നൽകി തരാതിരിക്കത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ദൈവം സാധാരണ നിലകളിലല്ല, അസാധാരണമായ നിലകളിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ദിവസങ്ങൾ നീ കാണാൻ പോകുകയാണ്. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യും. ഒരു ദൈവവേദനയുടെ ഏറ്റവും വലിയ പ്രത്യേകത, യേശുവിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, യേശുവിന് ലോകപരമായ സാമ്പത്തിക ബാങ്ക് ബാലൻസുകളൊന്നും തനിക്കില്ല. സ്തോത്രം ചെയ്തേ കർത്താവിന്. ലോകപരമായിരിക്കുന്ന സാമ്പത്തികപരമായ വലിയ അനുഗ്രഹങ്ങളൊന്നും തൻ്റെ അടുക്കലില്ല. താൻ ദരിദ്രനായി ജനിച്ചു, ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു. തന്നിൽ വിശ്വസിക്കുന്നവർ സമ്പന്നരാകേണ്ടതിന്. സ്തോത്രം. ഈ കർത്താവിനെ പോലെ ഒരു പക്ഷെ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്നോർത്ത് ഭാരപ്പെട്ടിരിക്കാം. നിങ്ങളുടെ തലമുറകളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കാം. സാമ്പത്തിക പ്രതിസന്ധികളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കാം. കയ്യിലൊന്നും ഇല്ലാതിരിക്കാം. എന്നാൽ കർത്താവായ യേശുവിനെയാണോ വിശ്വസിക്കുന്നത് എങ്കിൽ ഇവിടെ യേശു നമുക്കൊരു മാതൃകയാണ്. തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ വേണ്ടുന്നതെല്ലാം യേശുവിനുള്ളതുപോലെ. ചേർന്ന് പറഞ്ഞേ എൻ്റെ കരത്തിൽ ഭൗതികപരമായിരിക്കുന്ന ചില ശേഷിപ്പില്ലെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് കാര്യങ്ങൾ മുടങ്ങാതെ നടത്താൻ കഴിയുന്ന ശമനഹസ്തരംഭനീയ കാര്യങ്ങൾ മുടങ്ങാതെ നടത്താൻ ഇന്ന് പകല ദൈവത്തിന് സ്തോത്രം ചെയ്ത് കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഹോളി സ്പിരിറ്റ് കരങ്ങളിൽ ബാലൻസ് ഇല്ലേലും കാര്യങ്ങൾ മുടങ്ങാതെ നടത്താൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചാർ ദൈവത്തെ സ്തുതിച്ച്
ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇന്ന് പകല ദൈവ ശബ്ദത്തെ ഒന്ന് സ്വീകരിച്ച് പറഞ്ഞാട്ടെ, കർത്താവേ, യേശുവിൽ കണ്ടതുപോലെ ചില സൂപ്പർ നാച്ചുറലുകൾ ചില സൂപ്പർ നാച്ചുറൽ ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ഇന്ന് പകൽ വിശ്വസിക്കുന്ന ജനത്തിന്റെ മേൽ ഇന്ന് പകൽ ഇറങ്ങുകയാണ്. ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പണിയുകയാണ്. Holy Spirit. എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനിന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനിന്നുമെന്നും മതിയായവൻ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ കരത്തിലൊന്നുമില്ലെങ്കിലും യേശുവിന് വേണ്ടതെല്ലാം യേശു പിതാവിൽ നിന്ന് തൻ്റെ കൈകളിലേക്ക് കൊണ്ടുവന്നു. ആമേൻ. സ്തോത്രം. ദൈവത്തിൽ നിന്ന് തൻ്റെ കൈകളിലേക്ക് കൊണ്ടുവന്നു. എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്, കർത്താവേ, ഈ പിതാവിൻ്റെ അടുക്കൽ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. യേശുവേ സ്തോത്രം. വിശ്വാസത്തോടെ ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? ഈ പിതാവിൻ്റെ അടുക്കൽ ചേർന്നൊന്ന് പറഞ്ഞ ശബ്ദമുയർത്തി, ഈ പിതാവിൻ്റെ അടുക്കൽ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞ എല്ലാവരും ഒന്ന് പറഞ്ഞ, ഈ പിതാവിൻ്റെ അടുക്കൽ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. ഇന്ന് പകൽ അതൊന്ന് കാണണം. നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം പിതാവിന്റെ അടുക്കൽ ഉള്ളത് നിങ്ങൾ ഇന്ന് പകൽ കാണണം. ഒന്ന് ഇമാജിൻ ചെയ്യണം. നിങ്ങൾക്ക് വീട് വേണോ? അത് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. നിങ്ങൾക്ക് സമ്പത്ത് വേണോ? പിതാവിന്റെ അടുക്കൽ ഉണ്ട്. നിങ്ങൾക്ക് സൗഖ്യം വേണോ? പിതാവിന്റെ അടുക്കൽ ഉണ്ട്. എല്ലാം പിതാവിന്റെ അടുക്കൽ ഉണ്ട്. ഇത് സമയത്തിന്റെ തികവിൽ യേശു എന്ത് ചെയ്തെന്നറിയാമോ? തനിക്ക് വേണ്ടുന്നതെല്ലാം തന്റെ കൈകളിലേക്ക് കൊണ്ടുവന്നതുപോലെ പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അത് ഈ സമയങ്ങളിൽ ആവശ്യമായതെല്ലാം നമ്മുടെ കരങ്ങളിലേക്ക് കൊണ്ടുവരാൻ, അനുസരണമുള്ള പിതാവിനെ അനുസരിക്കുന്ന തന്റെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ കരത്തിലേക്ക് അത് നൽകാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ എന്ത് കാര്യമാണോ അത് ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. അത് നൽകി തരാൻ ദൈവം വിശ്വസ്തനുമാണ്. യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടുന്നതിനു വേണ്ടി സ്വർഗത്തിലെ ദൈവം നമുക്കായത് ചെയ്തു തരും. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞാട്ടെ. എന്താണോ ആവശ്യമെന്ന് എൻ്റെ ദൈവത്തിനറിയാം. സ്തോത്രം. എന്താണ് ആവശ്യമെന്ന് നമ്മുടെ ദൈവത്തിനറിയാം. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്താ ആവശ്യമെന്ന് ദൈവത്തിനറിയാം. അത് ഈ ദിവസങ്ങളില് ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് വേണ്ടി അവൻ ചില ദൈവിക പ്രാർത്ഥനയുടെ മറുപടികൾ നിങ്ങൾക്ക് വേണ്ടി അവൻ നിങ്ങളുടെ കരത്തിൽ തരാൻ മതിയായവനാണ്. അവൻ വിശ്വസ്തനാണ്. ഓ ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം 38-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്. ശ്രദ്ധിച്ചാട്ടെ പ്രാർത്ഥനയോടെ. നസ്രായനായ യേശുവിനെ
ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും. എങ്ങനെ നന്മ ചെയ്തു? ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കുകയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ യേശുക്രിസ്തു എന്ത് ചെയ്തു? നന്മ ചെയ്തു. ചേർന്ന് പറഞ്ഞ നന്മ. ഒരുപാട് നന്മകൾ ചെയ്തു. പിശാചു ബാധിച്ചവരെയൊക്കെ വിടുവിച്ചു, രോഗികളെ സൗഖ്യമാക്കി. സ്തോത്രം. തനിക്ക് വേണ്ടുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെയും നന്മകൾ ചെയ്യാനുള്ള കാരണം പിതാവ് യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. ഈ പകൽ ഞാൻ ഇങ്ങനെ ഒരു പ്രവചന ശബ്ദം കൈമാറുന്നു. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ചില നന്മകൾ ചെയ്തെടുക്കാൻ സാധ്യമാണ്. ഹല്ലേലൂയ. നിന്റെ കരം ശൂന്യമാണേലും ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് നന്മകൾ ചെയ്തെടുക്കുവാനുള്ള സകല അനുഗ്രഹങ്ങളും നിന്റെ പക്കൽ വന്നു ചേരും. ഹോളി സ്പിരിറ്റ്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട്? നന്മകൾ ചെയ്തെടുക്കാൻ കർത്താവായ യേശു ചെയ്തതുപോലെ അവൻ നന്മ ചെയ്തെടുക്കുവാനുള്ള ദൈവത്തിന്റെ അനുഗ്രഹം ദൈവം കൂടെ ഉള്ളവർക്ക് വേണ്ടി ദൈവം ഇറക്കി തരും. ദൈവം അത് നൽകി തരും. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിനെ കുറിച്ച് നമ്മൾ കാണുന്നത് പിതാവ് യേശുവിനോട് കൂടെ ഇരുന്നത് കൊണ്ടാണ് യേശുവിന് നന്മ ചെയ്യാൻ പറ്റിയത്. ദൈവം നിങ്ങളോട് കൂടെ ഇരുന്നാൽ, ചേർന്ന് പറഞ്ഞ്, ദൈവം എന്നോട് കൂടെ ഇരുന്നാൽ, എൻ്റെ കരം ശൂന്യമാണെങ്കിലും ദരിദ്രനാണെങ്കിലും നന്മ ചെയ്യാനുള്ള അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് നൽകി തരും. ഇത് നിങ്ങളോടുള്ള ദൈവശബ്ദമാണ്. ഇതെന്നത്തെ ഒരു പ്രവചന ശബ്ദമാണ്. തികയാത്ത സ്തോത്രം സാമ്പത്തിക ഇടപാടുകൾ പോലും തികയാത്ത അനുഭവത്തിനകത്തും എന്ത് ചെയ്യും, എങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിക്കുന്ന ഇടത്തും അയ്യോ ദൈവമേ എൻ്റെ പക്കൽ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന സാഹചര്യത്തിന്റെ നടുവിലും ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇല്ലാത്തത് ഒഴിവാക്കി തരാൻ, നിനക്ക് നന്മ ചെയ്തെടുക്കാൻ. ഹോളി സ്പിരിറ്റ് ഹർഷരന്ധനിയ വേദകാരം ദുരപക്ഷം ദൈവം ചില അനുഗ്രഹങ്ങളെ നിനക്ക് കൈമാറുന്ന നാളുകൾ, ഈ നാളുകൾ ഉണ്ടാകുമെന്ന് ഇന്ന് പകൽ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഈ ശബ്ദം ഇന്ന് പകൽ റിസീവ് ചെയ്യുന്നവർക്കായി സ്തോത്രം. ശൂന്യതയുടെ അനുഭവത്തിനകത്തുനിന്ന് ദൈവം ചില അനുഭവങ്ങൾ സാക്ഷ്യത്തിനാൽ ദൈവിക അനുഗ്രഹങ്ങളെ ഇന്ന് പകലിലും നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു പകലായി സ്വർഗത്തിലെ ദൈവം മാറ്റുകയാണ്. ഇന്ന് പകൽ അത് സ്വീകരിച്ചാട്ടെ. ഇന്ന് പകൽ ആ ദൈവിക അനുഗ്രഹത്തെ സ്വീകരിച്ചാട്ടെ. Holy Spirit. ദൈവനോട് പറയുന്നു, ചില കുടുംബങ്ങൾക്കകത്ത് നന്മകൾ ശേഷിപ്പില്ലാതെ ശൂന്യമായി നിൽക്കുന്ന ചില അനുഭവങ്ങളെ സ്വർഗത്തിലെ ദൈവം മാറ്റി ചില വഴികൾ തുറക്കാൻ പോവുകയാണ്. ശൂന്യമായി കിടക്കുന്ന ജീവിതങ്ങളെ ദൈവം ചില വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ ദൈവം തുറക്കാൻ പോവുകയാണ്. അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ സ്വർഗത്തിലെ ദൈവം തുറക്കാൻ പോവുകയാണ്. നന്മ ചെയ്യത്തക്ക നിലകളിൽ ദൈവം ചില വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. വേദഭാരം പ്രൗഢചാരം തനിയ ചില ദൈവപ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിക്കാൻ
ഈ നാളുകൾ ദൈവസഭ ഒരുങ്ങിക്കൊള്ളുക. അസാധ്യമായ ചില സാഹചര്യങ്ങൾ വഴിമാറുന്നു. സാധ്യമാക്കുന്ന ദൈവപ്രവർത്തികൾ വെളിപ്പെടുകയാണ്. ദൈവിക വിടുതലുകൾ ഈ ദിവസങ്ങൾ വെളിപ്പെടുകയാണ്. യെസ്, ചൂടമാന ഹർഷകഥത്തെ ലാംപേരിയസ് റൈറ്റാവാവ. Holy Spirit, Holy Spirit, Holy Spirit of God, Jesus. Thank you, Lord. Thank you, Lord. Thank you, Lord. ശൂന്യമായ ചില വീടുകൾ, അശൂന്യത മാറി ചില ഡോറുകൾ തുറക്കുകയാണ് ദൈവം. ചില വാതിലുകൾ തുറക്കുകയാണ്. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. യേശുവിന് ഏക്കറക്കണക്കിന് സ്ഥലവും ഏക്കറക്കണക്കിന് കൃഷിഭൂമിയും ഒന്നുമില്ലായിരുന്നു. യേശുവിന് സ്തോത്രം, ഹല്ലേലൂയ, വീട്ടിൽ ഒരുപാട് സ്തോത്രം മൃഗങ്ങളും മൃഗസമ്പത്തുകളും ഒന്നും തനിക്കില്ലായിരുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവിന് സ്വന്തമായിട്ട് വീട് തല ചായ്ക്കാൻ ഇല്ലായിരുന്നു. പക്ഷെ തൻ്റെ ദൗത്യം നിറവേറ്റാനായിട്ട് ഒരു കുറവുമില്ലായിരുന്നു. സ്തോത്രം, സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തനിക്ക് നന്മ ചെയ്യാൻ തൻ്റെ ജീവിതത്തിൽ ഒരു കുറവുമില്ലായിരുന്നു. ഇതെല്ലാം പിതാവിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. പിതാവ് യേശുവിനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു. ഇന്ന് പകൽ ഈ ദൈവ ശബ്ദം ഒന്ന് സ്വീകരിച്ചു പറ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിന്റെ വചനം പറയുകയാണ്, കർത്താവിന്റെ വചനം പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഈ വാഗ്ദത്തമുള്ളവർ ഇന്ന് പകൽ പറഞ്ഞു, നിനക്ക് വേണ്ടുന്നതെല്ലാം എന്തൊക്കെയാണോ നിനക്കുള്ള ദൈവിക വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടാൻ ആവശ്യം, അത് സാമ്പത്തികമാകാം, ശാരീരികമാകാം, അത് ആത്മീയമാകാം, അതെല്ലാം നൽകി തരാൻ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ച് ഈ ദൈവ ശബ്ദമൊന്ന് സ്വീകരിച്ചോ. ഒരു നാൾ കൈവിടുകയില്ല, ഒരു നാൾ ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തം, കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ദൈവ വാഗ്ദത്തം ഇന്ന് പകൽ ചില ജീവിതങ്ങൾക്ക് വേണ്ടി, ചില ഭവനങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വാതിലുകൾ തുറക്കുകയാണ്. യെസ്, ചില സൗഖ്യങ്ങൾ കാണും, ചില വിടുതലുകൾ കാണും. ശൂന്യമായ വീടുകളിൽ ചില വഴികൾ സ്വർഗത്തിലെ ദൈവം തുറക്കുകയാണ്. ഇന്ന് പകൽ ചില വാതിലുകൾ തുറക്കുന്നത് ഞാൻ കാണുകയാണ്. ചില വീടുകളുടെ മേൽ ശൂന്യമായ അനുഭവങ്ങൾ മാറി ചില വഴികളെ സ്വർഗത്തിലെ ദൈവം തുറക്കുന്ന കാഴ്ച. ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ദയവായി ഒന്ന് വായിക്കും. പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഓക്കെ, താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞിരുന്നു. എവിടുന്നാണ് ഇത്രയും പുരുഷാരത്തിന് ഭക്ഷണം കൊടുക്കുക എന്ന് കർത്താവ് ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വായിച്ചാട്ടെ 9 വരെ. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകില്ല എന്ന് ഉത്തരം പറഞ്ഞു.
ശിഷ്യന്മാരിൽ ഒരുത്തനായി ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവിനെന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. വായിച്ചേ. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി, യേശു കർത്താവ് അപ്പം എടുത്തു വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ വീണ്ടും മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 5 യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ചു. 12 കൊട്ട നിറച്ചെടുത്തു. മതി ചാർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. 5 അപ്പവും 2 മീനും ഒരു ചെറിയ കുഞ്ഞു ബാലന്റെ കയ്യിലുണ്ട്. സ്തോത്രം. ഈ അറിവ് കിട്ടുന്നതിന് മുൻപ് കർത്താവിൻ്റെ അടുക്കൽ വന്ന 5000-ഓളം പുരുഷന്മാരും കുഞ്ഞുങ്ങളും സഹോദരിമാരും ഒക്കെയുള്ള ഈ വലിയ ഒരു സ്ഥലത്ത് കർത്താവ് നിൽക്കുമ്പോൾ അവർക്ക് എന്താണ് ഭക്ഷിക്കാൻ കൊടുക്കുക എന്ന് ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്. കർത്താവിനെ കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? യേശുവേ ഹല്ലേലൂയ. അപ്പോ യേശു കർത്താവ് എന്താണ് സംസാരിച്ചത്? ഒന്നുകൂടെ നമുക്ക് ആ ഭാഗങ്ങൾ നിർത്തി വായിക്കാം. 1-ാമത്തെ വാക്യം മുതൽ. അനന്തരം യേശു തിബര്യാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടു. യേശു കർത്താവ് രോഗികളിൽ ചെയ്യുന്ന സൗഖ്യങ്ങളെ, അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം തന്നെ അവന്റെ പിന്നാലെ ചെന്നു, യേശുവിന്റെ പിന്നാലെ ചെന്നു. എന്നിട്ട് വായിച്ചാട്ടെ. യേശു മലയിൽ കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. അടുത്തത്, യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടുന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിക്കുക. ഒന്നും ആരുടെയും കയ്യിലില്ല. ശിഷ്യന്മാരുടെ കയ്യിൽ സ്റ്റോക്ക് ഒന്നുമില്ല. കർത്താവ് ദരിദ്രനാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഭൂമിയിൽ ജനിച്ച സമയത്ത് കർത്താവ് ദരിദ്രനാണ്. തൻ്റെ കയ്യിലൊന്നും ശേഷിപ്പില്ല. അവിടെയാണെങ്കിൽ വലിയൊരു റെസ്റ്റോറൻറ്റുകളോ ഹോട്ടലുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സ്തോത്രം. യേശുവിൻ്റെ അടുക്കൽ വന്ന പുരുഷാരത്തെ നോക്കിയിട്ട് തൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനോട് കർത്താവ് ചോദിച്ചു, എവിടെ നിന്നാണ് ഇവർക്ക് അപ്പം തിന്നാൻ കൊടുക്കുക? സ്തോത്രം. അടുത്ത വാക്യം. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചു. ഇത് തൻ്റെ ശിഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് ചോദിച്ചത്. അടുത്തത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞാട്ടെ. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് യേശു ക്രിസ്തു അറിഞ്ഞിരുന്നു. എന്താണ് താൻ ചെയ്യാൻ പോകുന്നത് യേശു അറിഞ്ഞിരുന്നു. എന്നിട്ട് ശിഷ്യനോട് ചോദിച്ചു, ഇവർക്ക് അപ്പം കൊടുക്കണ്ടേ? എവിടെ നിന്ന് കൊടുക്കും? ശൂന്യമായ സാഹചര്യത്തെ നോക്കി കർത്താവ് തൻ്റെ ശിഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ്, കുഞ്ഞെ, എവിടെന്ന്, എങ്ങനെ? പക്ഷേ സ്തോത്രം, യേശുവിനറിയാം താൻ എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അർത്ഥം, സ്തോത്രം, ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന പ്രിയ ദൈവപൈതലേ, നിന്റെ ജീവിത സാഹചര്യം ഇതുപോലെ എവിടുന്ന്, എങ്ങനെ എന്നുള്ള ചോദ്യത്തിൻ്റെ നടുവിലായിരിക്കാം നീ ഇരിക്കുന്നത്. പക്ഷേ ദൈവത്തിനറിയാം, യേശുവിനറിയാം താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഈ ദൂത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? നിന്റെ സാഹചര്യത്തിനപ്പുറത്ത് ദൈവത്തിന് ചിലത് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എവിടുന്ന്, എങ്ങനെ എന്ന ചോദ്യം ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഭാരപ്പെടരുത്. യേശു ചിലത് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ന് പകൽ ഈ ദൈവ ശബ്ദം സ്വീകരിച്ചോ.
നോക്കുമ്പോൾ ഒന്നും തന്നെ റിസൾട്ടുകളില്ല. ശൂന്യമായി നിൽക്കുന്ന സാഹചര്യമാണ്. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സാഹചര്യമാണ്. എങ്ങനെ എന്ത് എന്നുള്ള ചോദ്യം ഉണ്ടാകുന്ന ജീവിത സാഹചര്യമാണ് ചില വിഷയത്തിന്റെ നടുവിൽ. എന്നാൽ ഇന്ന് ആ വിഷയത്തെ നോക്കി പറയണം, എന്റെ യേശു ചിലത് ചെയ്യാൻ പോകുകയാണ്. യേശു ചിലത് ചെയ്യാൻ പോകുകയാണ്. ഇല്ല കുഞ്ഞ്, നീ തളർന്ന് ക്ഷീണിച്ച് കുടഞ്ഞു വീണ് പോകത്തില്ല. യേശു നിന്റെ അരികിൽ ഉള്ളിടത്തോളം അവൻ നിനക്ക് വേണ്ടി ചില അസാധാരണ പ്രവർത്തികൾ ചെയ്തിരിക്കുക. ഹല്ലേലൂയ. യേശു എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് യേശുവിന് നന്നായി അറിയാം. ഞാൻ അതിനെ ഒന്നുകൂടെ വേറൊരു അർത്ഥത്തിൽ വിവരിക്കാം. യേശു തന്നെ തെളിയിക്കാൻ പോകുകയാണ്. യേശു തന്നെ തെളിയിക്കാൻ പോവുകയാണ്. താൻ ദൈവപുത്രനാണെന്ന്, പിതാവിന്റെ അടുക്കൽ എല്ലാം ഉണ്ടെന്ന് യേശു തന്നെ തെളിയിക്കാൻ പോവുകയാണ്. 5 ഹല്ലേലൂയ അപ്പവും 2 മീനും 5000 പുരുഷന്മാരും കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ നിൽക്കുന്നവർക്ക് തികയത്തില്ല. എന്നാൽ യേശുവിനറിയാം, ഇവിടെയുള്ള ചില ബാലന്റെ കയ്യിൽ ഹല്ലേലൂയ ചിലതുണ്ട്. ആമേൻ. അത് വർദ്ധിപ്പിച്ച് പിതാവ് നൽകും. അത് തന്റെ ജനത്തിന് വേണ്ടി നൽകി കൊടുക്കാൻ പോകുകയാണെന്ന് യേശുവിന് നന്നായി അറിയാം. എന്ത് ചെയ്യും, എങ്ങനെ പോകും എന്നോർത്ത് വിലപിക്കുന്ന വിഷയത്തെ നോക്കിയിട്ട് ഇന്ന് പകലൊന്ന് വിശ്വാസത്തോടെ പറയാൻ പറ്റുമോ, എൻ്റെ കൂടെ യേശുവുണ്ട്. യേശുവിനറിയാം എന്ത് ചെയ്യണമെന്ന്, യേശുവിനറിയാം എങ്ങനെ ചെയ്യണമെന്ന്. ഇതൊരു പ്രവചന ശബ്ദമായി ദൈവസന്നിധിയിൽ ഞാൻ കൈമാറുകയാണ്. ചുവടുകൾ മുൻപോട്ട് വയ്ക്കാൻ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ അവൻ പകരും. യേശു കൂടെ ഉണ്ടെങ്കിൽ, ചേർന്ന് പറഞ്ഞ ദൈവം കൂടെയുണ്ടെങ്കിൽ, യേശു നന്മ ചെയ്തതുപോലെ യേശു കൂടെയുണ്ടെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നവന് നന്മ ചെയ്യാം. അവന്റെ കരം ശൂന്യമാണേലും യേശുവിന്റെ കരം ശൂന്യമല്ല. ഇന്ന് അവന്റെ കരത്തിൽ സകലത്തിന്റെയും അധികാരമുണ്ട്. സകല സമ്പന്നതയുടെയും അവൻ ഉടയവനായ സർവശക്തന്റെ കരത്തിൽ വേണ്ടുന്നതെല്ലാം ഉണ്ട്. തന്റെ ജനത്തിന് വേണ്ടുന്നത്. വിലപിക്കരുത്, വിഷമിക്കരുത്. ദൈവത്തിന്റെ കരത്തിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നന്മ ചെയ്യാം. ശൂന്യമായ കരമാണേലും നന്മ ചെയ്യാം. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അവനെ തന്നെ തെളിയിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ വിഷയത്തിനകത്ത് ഞാനിത് പ്രവചന ശബ്ദമായി പറയും. ആത്മാർത്ഥമായിട്ട് യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി യേശു അവരുടെ വിഷയത്തിൽ തന്നെ തെളിയിക്കുന്ന ടൈമുകളായിരിക്കും. ശൂന്യമായ സാഹചര്യത്തിന്റെ നടുവിൽ, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സാഹചര്യത്തിന്റെ നടുവിൽ, ഡോക്ടർമാർ കൈവിട്ട സാഹചര്യത്തിന്റെ നടുവിൽ, നീ മുൻപോട്ട് വരത്തില്ലെന്ന് പിശാച് വിധി എഴുതിയ വിധിയുടെ നടുവിൽ യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവന്റെ മുൻപിൽ തന്നെ തെളിയിക്കുന്ന സീസൺ നിന്റെ മുൻപിൽ വരാൻ പോകുന്നുവെന്ന് ആത്മാവിൽ പ്രവചിക്കുകയാണ്. റൈറ്റ്. ഡോക്ടർമാർ കൈവിട്ടു, വകയില്ലെന്ന് പറഞ്ഞേക്കാം. ഡോക്ടർമാർ കൈവിട്ടേക്കാം. സ്തോത്രം. എങ്ങനെ ഈ സാഹചര്യം ഒന്ന് മുൻപോട്ട് തള്ളി നീക്കും ദൈവമേ എന്ന് പറയുന്ന പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സാഹചര്യമായിരിക്കാം. രാത്രി ഉറങ്ങുവാൻ കഴിയാത്ത, ഉറക്കത്തെ പോലും ബാധിക്കത്തക്ക നിലകളിലുള്ള വിഷയങ്ങളിൽ നീറി കഴിയുന്ന ദിനങ്ങളുണ്ടായിരിക്കാം. എന്നാൽ ഇതെല്ലാം അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്കൊരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. കാര്യം
എല്ലാം അസ്തമിച്ചു പോയി എന്ന് പറയുന്ന ശൂന്യമായി കിടക്കുന്ന അനുഭവത്തിനകത്തും യേശുവിനെ തന്നെ, യേശുവിനെ സ്നേഹിക്കുന്നവരുടെ മുൻപിൽ തെളിയിക്കാൻ പോകുന്ന സീസൺ നിന്റെ മുൻപിൽ വരികയാണ്. നിന്റെ മുൻപിൽ അത് വരികയാണ്. നിന്റെ മുൻപിൽ അത് വരികയാണ്. ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്തരയിൽ രുചിച്ചറിവാ, ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്തരയിൽ രുചിച്ചറിവാ, ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ, ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഒരു പ്രവചന ശബ്ദം ഞാൻ ദൈവസഭയ്ക്ക് കൈമാറുന്നു. ഈ മാസം നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങളുടെ മേൽ യേശുവിനെ തെളിയിക്കുന്ന ഒരു മാസമാക്കി നിന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ, ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഏതൊക്കെയോ നടക്കാതെ കിടക്കുന്ന ചില കേസുകൾ ഈ മാസം യേശു തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ദൈവമക്കളുടെ കുടുംബത്തിൽ യേശുവിനെ തന്നെ തെളിയിക്കുന്ന മാസവാക്കി അവൻ മാറ്റാൻ പോകുന്നു. ആമേൻ. 5 അപ്പവും 2 മീനും ഒരു ബാലന്റെ കയ്യിലുണ്ട്. പക്ഷേ ഒരുപാട് പേർക്കത് വിളമ്പുവാൻ പിതാവിന്റെ അടുക്കലേക്ക് അതിനെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്തു. കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ കരത്തിലേക്ക് കൊടുത്തപ്പോൾ ഇത് വർദ്ധിക്കാൻ തുടങ്ങി, ശേഷിപ്പുകൾ ഉണ്ടാകാൻ തുടങ്ങി. ഉള്ളത് വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിനറിയാം. ഇല്ലായ്മയിൽ ഇരിക്കുന്ന ജനത്തിനു വേണ്ടി പ്രവർത്തിച്ച് ഇല്ലായ്മയെ നികത്താനും അവനറിയാം. ഞാൻ ദൈവസന്നിധിയിൽ നിർത്താൻ പോകുകയാണ്. പ്രിയരേ, യേശുവിലേക്കൊന്ന് നോക്കിയാൽ ദരിദ്രനായി താൻ ജനിച്ചു. കേറിക്കിടക്കാനൊരു സ്വന്തം വീടും സ്ഥലവും ഇല്ലാത്ത തൻ്റെ ജീവിതത്തിൽ തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ, ശുശ്രൂഷ നിർവഹിക്കുവാൻ, തൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഒന്നിനും മുട്ടില്ല. എല്ലാം പിതാവിൻ്റെ അടുക്കലുണ്ടായിരുന്നു. ആ യേശു പിതാവിൽ നിന്ന് തനിക്ക് വേണ്ടുന്നതെല്ലാം സ്വീകരിച്ചു. ദൈവസന്നിധിയിലും ദൈവം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് യേശുവിന് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞതെന്ന് നാം വായിച്ചതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവവും നമ്മളോട് കൂടെ ഇരിക്കുന്നിടത്തോളം നമ്മുടെ സാഹചര്യം അസാധ്യമാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകാം. പക്ഷെ ഒന്നിനും മുട്ടുവരാതെ പിതാവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. സ്തോത്രം. അത് സ്വീകരിച്ച്, അത് വാങ്ങിച്ച്, അത് ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കുവാൻ ഈ ദിവസങ്ങളിൽ വീണ്ടും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനം പോലെ, ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനം പോലെ
എൻ്റെ എല്ലാ അസാധ്യമായ സാഹചര്യത്തിൻ്റെ മേലും, സ്തോത്രം. അത് രോഗമോ സാമ്പത്തിക പ്രതിസന്ധിയോ കടങ്ങളോ അതുപോലെ പലവിധ പ്രശ്നങ്ങളോ ഒക്കെയുള്ള എൻ്റെ സാഹചര്യത്തെ, അസാധ്യമായ സാഹചര്യത്തിൻ്റെ മേൽ ഹല്ലേലൂയ. സാധ്യമാക്കി തരാനുള്ള സകല മറുപടികളും അനുഗ്രഹങ്ങളും അങ്ങയുടെ സന്നിധിയിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യേശുവേ. എന്നെ നിന്റെ കരത്തിൽ താഴ്മയായി സമർപ്പിക്കുന്നു. യേശുവേ. ഹല്ലേലൂയ. ഒന്ന് സമർപ്പിച്ച് ദൈവസന്നിധിയിൽ കൊടുത്താട്ടെ. ആമേൻ. സ്തോത്രം. യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവന് വേണ്ടി യേശുവേ. ഹല്ലേലൂയ. താൻ തന്നെ തെളിയിക്കുന്ന സമയങ്ങളാക്കി ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ കർത്താവേ അങ്ങനെ ഒരു ദൈവിക ഇടപെടലുണ്ടാകാൻ യേശുവേ. ഹല്ലേലൂയ. കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു ഇടപെടലുണ്ടാകാൻ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. യേശുവേ. ഹല്ലേലൂയ. എൻ്റെ വിഷയത്തിൽ അങ്ങനെ ഒരു ഇടപെടലുണ്ടാകാൻ ആമേൻ. കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ പിതാവേ, വിശ്വസിച്ച് സമർപ്പിച്ച ഈ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ മാസം അത്ഭുതങ്ങൾ കാണട്ടെ, യേശുവേ. സ്തോത്രം. വലിയ സൗഖ്യങ്ങൾ കാണട്ടെ, വലിയ നന്മകൾ കാണട്ടെ. ആമേൻ. അസാധ്യമെന്ന് കാണുന്ന വിഷയത്തിന്റെ നടുവിൽ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം യേശുവേ. സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചറിഞ്ഞ് യേശു എനിക്ക് വേണ്ടി വലിയവ ചെയ്തെന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ ഹല്ലേലൂയ. നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായി വരട്ടെ. ആമേൻ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യെസ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, ഹല്ലേലൂയ. നന്ദിയോടെ ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും ആമേൻ. അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. യേശുവിന്റെ ദാരിദ്ര്യത്താൽ ഞാൻ സമ്പന്നനാണ്. ആമേൻ. യേശുവിന്റെ ദാരിദ്ര്യത്താൽ ഞാൻ സമ്പന്നനാണ്. ആമേൻ. ചേർന്നെന്ന് പറഞ്ഞ യേശുവിന്റെ ദാരിദ്ര്യത്താൽ ഞാൻ സമ്പന്നനാണ്. ഞാൻ സമ്പന്നനാകാൻ യേശു എനിക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ ഓരോ കുടുംബത്തിനകത്തേക്ക് കർത്താവ് അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവിക വിടുതലുകള് കർത്താവ് തന്നതിനായിട്ട് ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ടെ. യേശുവേ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. കണ്ണുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് അടയ്ക്കാം. ലവ് യു ജീസസ്. സ്വർഗീയ പിതാവേ, യേശുവേ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.